കറിയില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ താരം സോയയാണ് കേട്ടോ. അപ്പോൾ സോയക്ക് ആവശ്യമായ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇത് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കാൻ പോണേ. പിന്നെ അതേപോലെ തന്നെ സോയ ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൽ മസാലകളെല്ലാം പുരട്ടി ഇതേപോലെ ഒരു ചീനച്ചട്ടിയിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ വറ്റിച്ചെടുക്കും. എന്നിട്ട് അവസാനം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. എന്തിനാന്ന് വെച്ചാൽ സോയക്കും മസാലയുടെ ടേസ്റ്റൊക്കെ നല്ലപോലെ പിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ വയറ്റുന്ന പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് വയറ്റിയിട്ട് തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വെന്ത് വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കണം 1 സെക്കൻഡ്. അത് കഴിഞ്ഞ് നമ്മൾ വരട്ടി വെച്ചേക്കണം സോയ എടുത്തുക. ഇങ്ങനെ തന്നെ ഇച്ചിരി കൈവെള്ളവും കൂടി തളിച്ച് നല്ലപോലെ പുരട്ടിയെടുത്ത അടിപൊളി ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളിവിടെ പോലെ ഉരുളക്കിഴങ്ങ് ഇടണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടാം. ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 1/4 ഭാഗം ഉരുളക്കിഴങ്ങുകളെല്ലാം ഉടക്കണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണയും കൂടി മേളിലൊഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ. എന്തായാലും സ്പൂൺ കഴുകാൻ ഇടാൻ പോണല്ലേ, നമ്മ ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.